അടൂർ പ്രകാശ് നടത്തിയുള്ള പ്രസ്താവന, അദ്ദേഹത്തിന് അങ്ങനെ പ്രസ്താവന നടത്താൻ എവിടുന്ന ധൈര്യം കിട്ടുന്നത്? ഓക്കെ, ദിലീപായിട്ടുള്ള സൗഹൃദത്തിൽ ഘടകമുണ്ടാകും, പക്ഷേ അങ്ങനെ പ്രസ്താവന നടത്തിയാലും അത് വലിയ തോതിൽ ഇലക്ടറൽ പൊളിറ്റിക്സിൽ വലിയ ബാധിക്കുകയില്ല എന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. ഇങ്ങനത്തെ ഒരു കേസിൽ, ഒരു ഹൈ പ്രൊഫൈൽ കേസ്, അതിൽ നമ്മുടെ സംസ്ഥാനത്ത് അറിയപ്പെട്ട ഒരു സിനിമാ നടി ആക്രമിക്കപ്പെടുന്നു, ക്രൂരമായി ആക്രമിക്കപ്പെടുന്നു. അതിൽ ശരിയാം വിധം നീതി നടപ്പിലാക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ അതിൽ ഗൂഢാലോചനയിൽ പങ്കാളികളായ ആളുകൾ ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന് വരുമ്പോൾ അത് രാഷ്ട്രീയമായിട്ട് മറുപക്ഷം സാമാന്യമായിട്ട് ഉന്നയിക്കേണ്ടതാണ്. പക്ഷെ അതുണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാ പക്ഷവും, ഇന്നലെ വിശദമായിട്ട് ഔട്ട് ഓഫ് ഫോക്കസ് സംസാരിച്ച കാര്യമാണ്. പ്രതിപക്ഷത്തിന് വലിയ വിഷയമല്ല, ഭരണപക്ഷത്തിന് വിഷയമല്ല, ഇനിയും വേറിട്ട പാർട്ടിയായിട്ട് വരുന്ന ബി ജെ പിക്കാർക്ക് ഒട്ടുമേ വിഷയമല്ല. അവർ ആഘോഷത്തിമർപ്പിലാണ് ദിലീപേട്ടൻ കഴിച്ചിലായതിൽ. അപ്പം ദിലീപേട്ടൻ മാസാണ് ശരിക്കും. അപ്പോൾ ഇവിടെ ആർക്കും ഒരു പ്രശ്നം. ഇനി അതുമല്ല നൗഫൽ, നമ്മളിപ്പോൾ ഒരു വോക്സ് പോപ്പിന് ഇറങ്ങുകയാണ്, മൈക്ക് എടുത്ത് ഇറങ്ങുകയാണെങ്കിൽ മൈക്ക് പിടിച്ചു നോക്കൂ, നല്ലൊരു ശതമാനം ആളുകൾ ദിലീപേട്ടന് അനുകൂലമായിട്ടാണ് സംസാരിക്കുക. എനിക്ക് തോന്നുന്നു ഇന്നലെ നമ്മുടെ മൈക്കിനോട് സംസാരിച്ച ഒട്ടനവധി ആളുകൾ അങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ കോടതി പരിസരത്തുണ്ടായിരുന്നതാണ്. ആലുവയിൽ നിങ്ങൾ മൈക്ക് എടുത്ത് ഇറങ്ങി നോക്കൂ, എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് കുറേ ഫെമിനിസ്റ്റുകളുടെ എന്തോ പരിപാടിയാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ഇപ്പം നൗഫൽ പറഞ്ഞ ഒരു അടൂർ പ്രകാശ് നടത്തിയുള്ള പ്രസ്താവന, അദ്ദേഹത്തിന് അങ്ങനെ പ്രസ്താവന നടത്താൻ എവിടുന്ന ധൈര്യം കിട്ടുന്നത്? ഓക്കെ, ദിലീപായിട്ടുള്ള സൗഹൃദത്തിൽ ഘടകമുണ്ടാകും, പക്ഷേ അങ്ങനെ പ്രസ്താവന നടത്തിയാലും അത് വലിയ തോതിൽ ഈ ഇലക്ടറൽ പൊളിറ്റിക്സിൽ വലിയ ബാധിക്കുകയില്ല എന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇതിലൊരു നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഒരു യൂണിഫൈഡ് പൊസിഷൻ എടുക്കണം എന്നൊരു ഉറച്ച നില ഒരു പാർട്ടിക്കുമില്ല. അത് CPM-നുമില്ല, കോൺഗ്രസ്സിനുമില്ല, BJP-ക്കുമില്ല. അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും ഈ കേസ് ഇതിൻ്റെ ഒരു മെറിറ്റിനെ തന്നെ ദുർബലമാക്കുന്ന സ്വഭാവത്തിൽ സംസാരിച്ച ഒരാൾ നമ്മുടെ മുഖ്യമന്ത്രിയാണ്. വെറുതെ ഗൂഢാലോചന പറഞ്ഞ് സിനിമാ നടൻ്റെ പുറകെ പോകുന്നു എന്നതൊരു മോശം കാര്യമായിട്ട് അദ്ദേഹമാണ് പബ്ലിക്കായിട്ട് സംസാരിക്കുന്നത്. ഇന്ന് അടൂർ പ്രകാശ് സംസാരിച്ച ഭാഷ നമുക്കറിയാം. പക്ഷെ അത് കോൺഗ്രസ്സിന് യൂണിഫൈഡ് പൊസിഷൻ വെച്ചാൽ അങ്ങനെയല്ല. കാരണം ഈ കേസിന് ഇത്രയും ഒരു ലെവലിലേക്ക് കൊണ്ടുവരുന്നതിന് ഏറ്റവും വലിയ പങ്കുവഹിച്ച ആൾ ആരാന്ന് വെച്ചാൽ നിശ്ചയമായും കോൺഗ്രസിൻ്റെ നേതാവ് PT തോമസ് ആയിരിക്കും. അങ്ങനെ എല്ലാ പാർട്ടികളിലും ദിലീപേട്ടൻ ഫാൻസും ഉണ്ട്, അല്ല ഇതിൽ പിന്നെ നീതി നടപ്പിലാക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അങ്ങനെ നടക്കുന്നില്ല.